കൊല്ലം കടക്കലിൽ 4 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി ശരണ്യയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ശരണ്യയെ വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 വർഷം മുന്നെയാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചത്. മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും ശരണ്യയുടെ പിതാവ് അറിയിച്ചിരുന്നു. ഈ സ്ഥലത്ത് ശരണ്യ എന്നു പേരുള്ള 26 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്തു. അവർ 4 മാസം ഗർഭിണിയായിരുന്നു. 1 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവരെ പ്രണയിച്ച് അവരുടെ ഭർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും ഉള്ളതായി ആരും പറയുന്നില്ല. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത ചില വിഷയങ്ങളുള്ളതായി പരിസരവാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജലസംഭരണിയുടെ മുകളിൽ കയറി ജീവനെടുക്കാൻ ശ്രമിച്ച യുവാവിനെ 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗസ്റ്റ് ഹൗസിന് സമീപത്തായിരുന്നു സംഭവം. മഞ്ചേരി സ്വദേശിയായ 39-കാരനാണ് ജീവനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജലസംഭരണിക്ക് മുകളിൽ കയറിയത്. ഇദ്ദേഹം ദേഹമാസകലം സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസും വെള്ളിമാടുകുന്ന് നിന്ന് വന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങളും 5 മണിക്കൂറോളം പരിശ്രമിച്ച് തന്ത്രപൂർവ്വമാണ് 39-കാരനെ താഴേക്കെത്തിച്ചത്. തുടക്കത്തിൽ അഗ്നിരക്ഷാസേനയെ കല്ലെറിയാനും ശ്രമിച്ചിരുന്നു. ദേഹമാസകലം മുറിവേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നോക്കിക്കുമ്പോ വരച്ചതാണ്. മുകളിലിങ്ങനെ കല്ലുണ്ടാവും. മുകളിൽ കല്ലുണ്ട്. നിയമവിരുദ്ധമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി 2 പേർ പിടിയിൽ. ഇടുക്കി വാത്തിക്കുടി ജോസ്പുരം സ്വദേശികളായ സെബാസ്റ്റ്യൻ, ഫെബിൻ ജോസ് എന്നിവരെയാണ് അടിമാലി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തൂവൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ഗുരുവായൂർ മമ്മിയൂരിൽ ലോറി നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ച് മറിഞ്ഞു. ആർക്കും പരിക്കൊന്നുമില്ല. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് പരിസരത്തായിരുന്നു അപകടം. മമ്മിയൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ലോറിക്ക് മുന്നിൽ ബൈക്ക് മുറിച്ചു കടന്നതോടെ ലോറി നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 4ാം ദിവസവും തുടരുകയാണ്. സംസ്ഥാനത്തെ നിരവധി ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലാണ്. സമരം നടത്തിവരുന്ന 490 ആശുപത്രികളിൽ 430 ആശുപത്രികളിലുമായി ഇന്നലെ ധാരണയിലെത്തിയിരുന്നു. മിനിമം വേതനം 40,000 ആക്കണമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്ത സ്വകാര്യ ആശുപത്രികൾക്കെതിരെ സമരം ശക്തമാക്കാനാണ് നഴ്സുമാരുടെ സംഘടനകളുടെ തീരുമാനം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു.
നഴ്സുമാരുടെ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട് UNA നടത്തുന്ന സമരം ന്യായമായ സമരമാണ് എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറയുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 ആക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. ജയിൽ പുള്ളികളുടെ വേതനം ഉൾപ്പെടെ വർദ്ധിപ്പിച്ച കാലമാണ്. സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് തങ്ങൾക്കറിയാം. വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമമൊന്നും നടക്കില്ല. കേരളം ഇതൊക്കെ തള്ളിക്കളയുമെന്നും PK ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ന്യായമായ സമരം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല. നമുക്കറിയാം, കേരളത്തിലെ ജയിൽ പുള്ളികളുടെ വേതനം അടക്കം വർദ്ധിപ്പിച്ച ഒരു കാലമാണിത്. 60 രൂപയുണ്ടായിരുന്നത് 620 രൂപയാക്കിയ ഒരു കാലമാണ്. അപ്പോഴാണ് നഴ്സുമാർ ഇത്രയും അധികം ജീവിത ചെലവുള്ള ഒരു കാലത്ത്, പ്രത്യേകിച്ച് അവരുടെ പേരിൽ പോലും രോഗികളുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക കേരളത്തിലെ ആശുപത്രി ഉടമകൾ എഴുതിയെടുക്കുന്ന ഒരു കാലത്താണ് തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്നത്. ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങൾ ആശുപത്രി ഉടമകളുടെ ഭാഗത്ത്, എല്ലാവരെയും ഞാൻ ചേർത്ത് പറയുന്നില്ല, പക്ഷേ പല ഉടമകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്